ഹേ ഗായ്സ്, എല്ലാവർക്കും ഡെവഡോജോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈലർ എന്താണ്, ബൈറ്റ് കോഡ് എന്താണ്, ആപ്ലിസ് എന്താണ്, ബസ് വേർഡ്സ് അതായത് ജാവേൻ്റെ കുറേ ബസ് വേർഡ്സ് അതായത് ഫീച്ചേഴ്സ് ഓഫ് ജാവയാണ് ഈ ബസ് വേർഡ്സ് എന്ന് പറയുന്നത്. പിന്നെ കമൻസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യൽ ജാവയിൽ, പിന്നെ ജാവേൻ്റെ ഒരു പ്രോഗ്രാം സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കും, പിന്നെ ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാംസും നമ്മൾ നോക്കാം. ഓക്കെ പിന്നെ ആദ്യം പറയാനുള്ളത് ജാവ കമ്പൈലർ ആൻഡ് ബൈറ്റ് കോഡ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത സെയിം സംഭവം തന്നെയാണ് ഇത്. അതായത് ജാവ കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതായത് ഒരു പ്രോഗ്രാം നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ കമ്പൈൽ ചെയ്യണം. ഓക്കെ, ഇത് കമ്പൈൽ ചെയ്യുന്നത് JVM ആണ്, ജാവ വെർച്വൽ മെഷീൻ ആയിരിക്കും ഇത് കമ്പൈൽ ചെയ്യുന്നത് ജാവ കമ്പൈലർ ആയിരിക്കും. കമ്പൈൽ ചെയ്തിട്ട് കിട്ടുന്ന ബൈറ്റ് കോഡ്, അതായത് ഒരു മെഷീൻ കോഡ് എന്നെല്ലാം പറയാം അതിന്. ഓക്കെ, ആ ബൈറ്റ് കോഡ് നമ്മൾ JVM-ൽ റൺ ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. നമ്മളൊരു പ്രോഗ്രാം എഴുതുന്നു, ജാവ കമ്പൈലർ വെച്ച് കമ്പൈൽ ചെയ്യുന്നു, നമുക്കൊരു ബൈറ്റ് കോഡ് കിട്ടുന്നു, ആ ബൈറ്റ് കോഡ് JVM-ൽ റൺ ചെയ്യുന്നു. ഓക്കെ, ഇനി ജാവ കമ്പൈലർ എന്ന് പറയുന്നത് സോഴ്സ് കോഡിനെ ബൈറ്റ് കോഡിലേക്ക് മാറ്റുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ഫോമിൽ, അതായത് ഈ ട്രാൻസ്ലേറ്റർ എന്നെല്ലാം പറയാം, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ജാവ കമ്പൈലർ. ഓക്കെ, ബൈറ്റ് കോഡ് ഈസ് എ ഹൈലി ഒപ്റ്റിമൈസ്ഡ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഡിസൈൻ ടു ബി എക്സിക്യൂട്ടഡ് ബൈ ജാവ റൺ ടൈം എൻവയോൺമെൻറ്റ് വിച്ച് ഈസ് കോൾഡ് ജാവ വെർച്വൽ മെഷീൻ. ഓക്കെ, ജാവ വെർച്വൽ മെഷീനിൽ റൺ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ഈ ബൈറ്റ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, The original JVM was designed as an interpreter for bytecode. Many modern languages are designed to be compiled into executable code because of performance concern. Java program is executed by JVM, helps solve the major problems associated with web-based programs. ഓക്കെ, അതായത് ഈ JVM ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കിത് എന്ത് ചെയ്യാം, ഈ ബൈറ്റ് കോഡ് ഇപ്പോൾ ആരെഴുതിയ കോഡായാലും എവിടെ വേണമെങ്കിലും നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ ഇത് ഓൺ ദ ഗോ നമുക്ക് എവിടെ വേണം റൺ ചെയ്യാം. അല്ലാണ്ട് നമുക്കിത് ഇതിന് പുതിയതായിട്ടുള്ളൊരു ബൈറ്റ് കോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ മെഷീനിൽ അത് റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആ JVM-ൻ്റെ മെയിനായിട്ട് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ കമ്പൈലേഷൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കമ്പൈലേഷൻ കഴിഞ്ഞിട്ട് റണ്ണിങ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ പറയുന്നത് ട്രാൻസ്ലേറ്റിംഗ് എ ജാവ പ്രോഗ്രാം ഇൻ ടു ബൈറ്റ് കോഡ് മേക്സ് ഇറ്റ് much easier to run a program in a wide variety of environment because only the JVM needs to be implemented for each platform. Okay, അതായത് സെയിം സംഭവം തന്നെയാണ് മൾട്ടിപ്പിൾ ടൈംസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് പ്ലാറ്റ്ഫോം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കിത് എല്ലാ എൻവയോൺമെൻറ്റിലും സൂട്ടബിൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. Once the runtime package exists for a given system, any Java program can run on it. Remember, although the details of JVM will differ from platform to platform, all understand the same Java bytecode. ഓക്കെ, അതായത് ഈ JVM-ൻ്റെ ആർക്കിടെക്ചർ മാറുന്നുണ്ടെങ്കിലും, അതായത് വിൻഡോസിലൊന്ന്, ലിനക്സിലൊന്ന്, മാക്കിലൊന്നാണെങ്കിലും ഈ JVM-ൽ റൺ ചെയ്യുന്ന ബൈറ്റ് കോഡിൻ്റെ ഇത് മാറുന്നില്ല, അത് സെയിം ആയിരിക്കും എപ്പോഴും. If a Java program were compiled to a native code, then different versions of the same program would have to exist for each type of CPU connected to the internet. So it's not an feasible solution. അതായത് ഈ JVM ഇല്ലെങ്കിൽ ഒരേ പ്രോഗ്രാമിൻ്റെ മൾട്ടിപ്പിൾ വേർഷൻസ് എക്സിസ്റ്റ് ചെയ്യണം എന്ത് ചെയ്യാൻ, ഈ CPU-ൽ ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സംഭവം എന്താ, എല്ലാവരും ഗ്ലോബലി യൂസ് ചെയ്യുന്ന സാധനം. അതായത് എൻ്റെ കയ്യിലുള്ള ആർക്കിടെക്ചറിലുള്ള മൊബൈൽ ആയിരിക്കില്ല നിങ്ങളുടെ കയ്യിലുണ്ടാകുന്നത്. അപ്പോൾ ഞാനിതൊരു ഗ്ലോബലായിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് JVM, അപ്പോൾ ഈ സാധനം നമുക്ക് ഫെച്ച് ചെയ്തിട്ട് എടുക്കാനെല്ലാം വേണ്ടിയിട്ട് ഒരു JVM പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ അത് ഭയങ്കര, അതായത് അതായത് ഒരേ കോഡിൻ്റെ മൾട്ടിപ്പിൾ എക്സിസ്റ്റൻസ് ഉണ്ടാവേണ്ടി വരും. ലിനക്സിനൊന്ന്, വിൻഡോസിന് വേറെ എന്ന് പറഞ്ഞിട്ട്. ഈ JVM ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒറ്റ കോഡ് തന്നെ എല്ലാവർക്കും റീച്ച് ഔട്ട് ചെയ്യാം. ഓക്കെ, the fact that the Java program is executed by the JVM also helps to make it secure. അതായത് JVM എന്ത് ചെയ്യും, നമുക്ക് കുറച്ചും കൂടി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും. എന്തെന്ന് വെച്ചാൽ ഇത് JVM-ൽ മാത്രമേ നമുക്ക് ഈ ബൈറ്റ് കോഡ് റൺ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ JVM എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ,
because the JVM is in control, it contains program and prevent it from generating side effect outside of the system. അതായത് ഒരു കണ്ടെയ്നർ പോലെ ആക്ട് ചെയ്യും. Safety is also enhanced by the certain restrictions that exist in the Java language. In general, when a program is compiled into an intermediate form, then interpreted by a virtual machine, it runs slower than it would run if compiled to executable code. അതായത് ഈച്ച് ടൈം നമ്മൾ ഈ കമ്പൈൽ ചെയ്തിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്തു, ആ ഇൻ്റർമീഡിയറ്റിനെ വെർച്വൽ മെഷീനിൽ റൺ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി സ്ലോ ആയിരിക്കും. അത് നേരെ മറിച്ച് ഒരു എക്സിക്യൂട്ടബിൾ കോഡ് നമ്മൾ ജനറേറ്റ് ചെയ്തു, അതായത് ബൈറ്റ് കോഡിൽ നിന്ന് കമ്പൈൽ ചെയ്തിട്ട് JVM റൺ ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടബിൾ കോഡ് നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്യും. Bytecode are highly optimized and so it enables the JVM to execute programs much faster than you might expect. അതായത് ബൈറ്റ് കോഡ് അത്രക്കും ഒപ്റ്റിമൈസ്ഡ് ആയതുകൊണ്ട് JVM അത് പെട്ടെന്ന് തന്നെ റൺ ചെയ്യും. ഓക്കെ, അതാണ് നമുക്ക് പറയാനുള്ളത് ജാവ കമ്പൈലർ ആയ ബൈറ്റ് കോഡിനെ കുറിച്ച്. ഇനി നമുക്ക് വരാം ജാവ ആപ്ലെറ്റിലേക്ക്. ജാവ ആപ്ലെറ്റ് എന്ന് പറയുന്നത് ഒരു വെബ് പേജ് ഡൈനാമിക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതായത് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് പ്രോഗ്രാം ദാറ്റ് ഈസ് എംബഡഡ് ഇൻ ദ വെബ് പേജ് ടു ക്രിയേറ്റ് ഡൈനാമിക് കണ്ടന്റ്സ്. ഓക്കെ, ഇറ്റ് റൺസ് ഇൻസൈഡ് ദ ബ്രൗസർ ആൻഡ് വർക്ക്സ് അറ്റ് ദ ക്ലയൻറ്റ് സൈഡ്. അതായത് ബ്രൗസർ, അതായത് നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ബ്രൗസറിലാണ് ഏതുണ്ടാവില്ല, ഈ ജാവ ആപ്ലെറ്റ്സ് ഉണ്ടാവില്ല. ആപ്ലെറ്റ്സ് കനോട്ട് റീഡ് ഫ്രം ഓർ റൈറ്റ് to the files on the local computer. They cannot communicate with other servers on the network. They cannot run any programs on the local computer. They are restricted from using libraries from other programming languages. Applet do not have the main method, but they use certain methods called init, start, paint, stop to destroy. അതായത് ജാവ ആപ്ലെറ്റ്സ് മെയിനായിട്ട് ബ്രൗസറിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സെർവർ ഇൻട്രാക്ഷനോ, അതായത് ഒരു നെറ്റ്വർക്കിൽ മൾട്ടിപ്പിൾ സെർവേഴ്സ് ഉണ്ടാവും. ഈ സെർവേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല ഒരു ലോക്കൽ കമ്പ്യൂട്ടറായിട്ടുള്ള ഇൻട്രാക്ഷനോ അങ്ങനത്തെ ഇതിനൊന്നും ഈ ആപ്ലെറ്റ്സിന് പറ്റൂല. പക്ഷേ മെയിൻ ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റേതായ കുറേ കമാൻഡ്സ് ഉണ്ട്. അതായത് ഇനിറ്റ്, സ്റ്റാർട്ട്, പെയിൻറ്റ്, സ്റ്റോപ്പ്, ഡിസ്ട്രോയ്, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റൺ ചെയ്യാം. അതായത് റൺ ചെയ്യാന്നല്ല, ഇത് വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് ജാവ ആപ്ലെറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു സിമ്പിൾ ആപ്ലിക്കേഷൻ. ഓക്കെ, അതായത് നമുക്ക് ഒരു ഹലോ വേൾഡ് പെയിൻറ്റ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഒരു ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്തു. അത് നമുക്ക് ആപ്ലെറ്റ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതും ബ്രൗസർ ബേസ്ഡ് ആയിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതും മൈൻഡിൽ വെക്കണം എപ്പോഴും. ഓക്കെ, അടുത്ത ജാവേൻ്റെ ഫീച്ചേഴ്സ്. ഇത് എപ്പോഴും റിപ്പീറ്റഡ് ആയി യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് ജാവ ബസ് വേർഡ്സ്. എന്ത് ചെയ്യുക, ഈ ബസ് വേർഡ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ബൈ ഹാർട്ടായി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സാധനവും മനസ്സിലാക്കുക, എല്ലാത്തിലും 3 2 പോയിന്റ് വെച്ചിട്ട് എഴുതുക. അതായത് സിമ്പിളാണ്, സെക്യൂർ ആണ്, പോർട്ടബിൾ ആണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, റോബസ്റ്റ്, മൾട്ടി ത്രെഡഡ്, ആർക്കിടെക്ചർ ന്യൂട്രൽ, ഇന്റർപ്രറ്റഡ്, ഹൈ പെർഫോമൻസ്, ഡിസ്ട്രിബ്യൂട്ടഡ്, ഡൈനാമിക്. ഇതിൻ്റെ പേരിൽ തന്നെ നമുക്ക് ഏകദേശം എല്ലാ കാര്യവും അറിയാം എന്താ സംഭവം എന്നല്ല. അപ്പോൾ പിന്നെയും നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ട് ഒരു പോയിന്റ് ഉണ്ടാക്കിയിട്ട് അത് എഴുതാൻ പറ്റും. എന്ന് വെച്ച് അത് മാച്ച് ചെയ്യാത്ത എങ്ങനെയുള്ള പോയിന്റ്സ് ഒന്നും എഴുതാൻ പാടില്ല. അതിന് പറ്റുന്ന 2-3 പോയിന്റ്സ് എഴുതിയിട്ട് വിടുക. കുറേ ഞാനെല്ലാം പഠിക്കുന്ന സമയത്ത് കുറേ എൻ്റെ ഒന്നിച്ചുള്ള ഫ്രണ്ട്സ് എല്ലാം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം അതിൽ നിന്ന് ഓരോരു, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആണെങ്കിൽ ഈ 4 പോയിന്റ് അങ്ങനെ പഠിക്കും. ഇതല്ലെങ്കിൽ ഈ 4 പോയിന്റ് ഇങ്ങനെ പഠിക്കാൻ നിന്നതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ പഠിക്കുന്ന സാധനം ഇത് നമ്മൾ ബൈ ഹാർഡ് ആക്കുന്ന സമയം കൊണ്ട് അത് കുറേ പഠിക്കാൻ പറ്റും. നേരെ മറിച്ച് ഇത് നമുക്ക് സിമ്പിളായി വെറുതെ ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇതുവരെ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഈ സംഭവങ്ങളെല്ലാം സുഖമായിട്ട് എഴുതാം. സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമുക്ക് C ആയാലും C++ ആയാലും അതിൻ്റെ സിൻടാക്സും ഇതെല്ലാം കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ജാവ കുറച്ചും കൂടി സിമ്പിളാണ്. പിന്നെ JVM ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് കമ്പൈലേഷൻ അതെല്ലാം നടക്കും. അങ്ങനെല്ലാം പറഞ്ഞിട്ട് കുറച്ചും കൂടി സിമ്പിളാണ് എന്നെല്ലാം പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, സെക്യൂർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള C++ ആപ്ലിക്കേഷനിലെല്ലാം ഡയറക്റ്റ് ഇൻട്രാക്ഷനാണ് നടക്കൽ OS-ആയിട്ട്. ഹാർഡ്വെയർ ഉണ്ടാവും, അതിൻ്റെ മുകളിൽ OS ഉണ്ടാവും, OS-ൻ്റെ മുകളിൽ നമ്മൾ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും, നേരെ OS-ലേക്കായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അതിൻ്റെ ഇടയിലൊരു സെക്യൂരിറ്റി ഇല്ല. പക്ഷേ ജാവയിൽ നമുക്ക് എന്തുണ്ട്, JVM ഉണ്ട്. JVM ഉണ്ടായതുകൊണ്ട്
നമുക്ക് ജാവ ആപ്ലിക്കേഷൻ JVM വഴിയായിരിക്കും നമ്മൾ OS ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൽ. അത് സെക്യൂർ ആണല്ലോ, ഓട്ടോമാറ്റിക് കൺസെപ്റ്റ് കിട്ടിയില്ലേ, അതാണ് നമ്മളെ മെയിൻ മോട്ടീവ്. അതായത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വൈറസസ്, ട്രോജൻസ്, പിന്നെ ഹാംഫുൾ ആയിട്ടുള്ള ഇതൊന്നും നമ്മളെ കോഡിനെ അഫക്റ്റ് ചെയ്യൂല. അതെല്ലാം വെച്ചിട്ട് പിന്നെ അൺഓതറൈസ്ഡ് ആക്സസ് അതൊന്നും പറ്റൂല. ഓക്കെ, പിന്നെ സെക്യൂരിറ്റിനെ കുറിച്ചിട്ട് തന്നെ അറ്റാക്സ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചും കൂടിയും എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ വെബ് ആപ്ലിക്കേഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് സെക്യൂരിറ്റി ഒരു കൺസേൺ ആണ്. ഹാക്കേഴ്സ് ഉണ്ടാവും, അവർ എന്ത് ചെയ്യും, നമുക്ക് പൈറേറ്റഡ് ലിങ്ക്സോ അതെല്ലാം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റ എൻക്രിപ്റ്റ് ആക്കാണ്ട് നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് അത് ഫെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ JVM ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം അറ്റാക്സ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തതാണ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. അതായത് portability is a major aspect of the internet because there are many different types of computer and operating system connected to it. If a Java program were to be run on virtually in any computer connected to the internet, there needed to be some way to enable the program to execute on different system. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഈ പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു കൺസേൺ ആണ്. അതായത് ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷന് ഡിഫറെൻറ്റ് വേർഷൻസ് നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് JVM ഉണ്ടായതുകൊണ്ട് തന്നെ ആപ്ലെറ്റ്സും JVM അങ്ങനത്തെ എല്ലാം കുറേ ലൈബ്രറീസും ഫ്രെയിംവർക്സും നമുക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അതായത് നമുക്ക് ഒറ്റ കോഡ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതായത് പോർട്ടബിൾ ആണ്. നമുക്ക് ഈ കോഡ് ഞാനിപ്പോൾ നാളെ വേറൊരു കമ്പ്യൂട്ടറിൽ എനിക്ക് റൺ ചെയ്യണമെങ്കിൽ എനിക്കത് റൺ ചെയ്യാം. ഓക്കെ, അത് ക്രോസ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇതേ പോയിന്റ്സ് തന്നെ അവിടെ എഴുതാൻ പറ്റും. പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അതായത് ഓവറോൾ ഗ്ലോബലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതെ, സെയിം കോഡ് മസ്റ്റ് വർക്ക് ഓൺ ഓൾ കമ്പ്യൂട്ടർ. അടുത്തത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. ജാവ നമുക്ക് പഠിക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ് നമുക്കിതിൽ മെയിനായിട്ട് വരുന്നത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്ന സമയത്ത് എല്ലാ സംഭവങ്ങളും, അതായത് ഇതിൽ നമ്മൾ എഴുതുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും കാണല്. അതായത് ഫോർ എക്സാമ്പിൾ ബോക്സ് ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഞാനൊരു ക്ലാസ് ബോക്സ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കുറച്ച് പ്രോഗ്രാമെല്ലാം എഴുതി കഴിഞ്ഞാൽ ആ ബോക്സ് എന്ന് പറയുന്നത് ഞാനൊരു ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും കാണല് ആ ബോക്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബോക്സിൻ്റെ ഉള്ളിൽ റബ്ബർ ഉണ്ടാവും, കട്ടർ ഉണ്ടാവും, പെൻസിൽ ഉണ്ടാവും, സ്കെയിൽ ഉണ്ടാവും. അപ്പോൾ ആ ബോക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് അതെല്ലാം ആ ബോക്സിൻ്റെ ഒരു ഫീച്ചറാണ് എന്തെന്ന് സ്റ്റോറിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. പിന്നെ അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ പ്രോഗ്രാമിങ്ങിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ ജാവ മാനേജസ് ടു സ്ട്രൈക്ക് എ ബാലൻസ് ബിറ്റ്വീൻ എവറിത്തിങ് ഈസ് ആൻ ഒബ്ജക്റ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, എല്ലാ സംഭവങ്ങളും നമ്മളുടെ പ്രോഗ്രാം ചെയ്യുന്നതെല്ലാം ഒബ്ജക്ട്സ് ആയിട്ടായിട്ടും ട്രീറ്റ് ചെയ്യൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മളെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഹൈ ചെയ്യും. പിന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ കോഡ് മൾട്ടിപ്പിൾ ടൈംസ് എഴുതേണ്ട ആവശ്യമില്ല, അതേ സാധനം റീയൂസ് ചെയ്യാൻ പറ്റും. അടുത്ത റോബസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ ഹാൻഡ്ലിംഗ് ടെക്നിക്സ് ഉണ്ട്. അതായത് നമുക്കൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഒരു റാൻഡം വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ആ റാൻഡം വാല്യൂ 0 ആണെങ്കിൽ 0 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അവിടെ ഒരു എറർ വന്നില്ലേ. അപ്പോൾ അങ്ങനെ നമുക്കെല്ലാം ഹാൻഡിൽ ചെയ്യാനില്ല കുറേ ഫീച്ചേഴ്സ് എല്ലാം എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാനുള്ളത് നമ്മൾ ജാവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് റോബസ്റ്റിൽ പറയാനുള്ളത്. അങ്ങനെ എറർ ഹാൻഡിൽ ചെയ്യുന്ന അപ്പോൾ നമുക്ക് എക്സാമിന് എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതുക. അതായത് ജാവ എന്ന് പറയുന്നത് ഇങ്ങനെ എറർ ഹാൻഡ്ലിംഗ് ടെക്നോളജീസും ടെക്നിക്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എറർ ഹാൻഡ്ലിംഗ് ടെക്നിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് റിലയബിൾ ആണ്, സ്കെയിലബിൾ ആണ്, പിന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റും. അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കുറേ എഴുതുക. ഓക്കെ, ഈ പോയിന്റ്സ് എല്ലാം പഠിച്ചിട്ട് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. ടൈം വേസ്റ്റ് ചെയ്യേണ്ട, കൺസെപ്റ്റ് മനസ്സിലാക്കുക, അത് കാരണം ഉണ്ടാകുന്ന സംഭവങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, റോബസ്റ്റിലും സ്റ്റിൽ സെയിം സാധനം തന്നെയാണ് പറയുന്നത്. റൺ ടൈം എറേഴ്സ് അങ്ങനത്തെ എല്ലാം കുറക്കാൻ പറ്റും. പിന്നെ C++ൽ മാനുവലി അതായത് C++, the programmer must manually allocate and free all dynamic memory, sometimes leads to problem
because programmers will try either forget to free memory that has been previously allocated, or worse, try to free some memory that another part of the core is still be used. അതായത് ഇതിൽ മെമ്മറി മാനേജ്മെൻറ്റ്, അതായത് നമ്മളെ ജാവയിൽ മെമ്മറി മാനേജ്മെൻറ്റ് അത്രയ്ക്കും സ്ട്രോങ് ആണ്. അതായത് C++ൽ ഞാനിപ്പോൾ ഒരു വേരിയബിളോ മറ്റോ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പൈൽ ചെയ്യുന്ന സമയത്തും ആ വേരിയബിളിൻ്റെ സ്പേസ് അത് യൂട്ടിലൈസ് ചെയ്യും. അതായത് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ അത്ര ഡാറ്റ നമുക്ക് ആ മെമ്മറി നമുക്ക് യൂസ് ചെയ്യണം. പക്ഷേ ജാവയിൽ എന്ന് പറയുന്ന റൺ ചെയ്യുന്ന സമയത്ത് അൺയൂസ്ഡ് വേരിയബിൾസ്, ഇമ്പോർട്ട്സ് അതെല്ലാം യൂസ് ചെയ്യൂല. അത് റോബസ്റ്റിൻ്റെ അടിയിൽ പറയേണ്ട കാര്യമല്ല, പക്ഷെ ഒരു രീതിയിൽ ഇത്രക്കും എറർ ഹാൻഡ്ലിങ്ങിലെ സംഭവങ്ങൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സെയിം ഡിവിഷൻ ബൈ സീറോൻ്റെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, സെയിം സംഭവമാണ് ഇവിടെ പറയുന്നത്. അടുത്തത് മൾട്ടി ത്രെഡഡ്. മൾട്ടി ത്രെഡഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് ജാവ ഇപ്പം ഞാനൊരു പ്രോഗ്രാം ഒരു ത്രെഡിൽ റൺ ചെയ്യുന്നുണ്ട്, എനിക്ക് വേറൊരു പ്രോഗ്രാം റൺ ചെയ്യണം, അതെനിക്ക് വേറൊരു ത്രെഡിൽ റൺ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു ലിസ്റ്റ്, ഒരു അറേ ഉണ്ട്, ആ അറയിൽ ഒരു 10 നമ്പർ ഉണ്ട്. എനിക്ക് ഞാനൊരു പ്രോഗ്രാം എഴുതി, അതെന്തെന്ന് ആ ലിസ്റ്റിലുള്ള എല്ലാ നമ്പറും ആഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എഴുതി, ആ ലിസ്റ്റിലുള്ള എല്ലാ നമ്പറും സബ്സ്ട്രാക്ട് ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടുന്ന ഒരു വാല്യൂ, അതായത് രണ്ടും ഒന്നിൽ ആഡ് ചെയ്യുന്നു, മറ്റേത് ഫുള്ള് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് ഫൈനൽ റിസൾട്ട് കിട്ടുന്നു. അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഞാൻ എഴുതി. അപ്പോൾ എനിക്കിത് രണ്ടും സൈമിൾട്ടേനിയസ്ലി ഒറ്റ പ്രോഗ്രാമിൽ റൺ ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു ത്രെഡ് വെച്ചിട്ട് ചെയ്യാം. അതായത് ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യാം. അതായത് ഐദർ അഡീഷൻ ചെയ്തിട്ട് സബ്സ്ട്രാക്ഷൻ ചെയ്യാം, സബ്സ്ട്രാക്ഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അഡീഷൻ ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു, എനിക്കിത് സൈമിൾട്ടേനിയസ്ലി ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യും, പുതിയൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ത്രെഡിൽ അഡീഷൻ ചെയ്യും. മെയിൻ ത്രെഡിൽ, അതായത് ഇപ്പോൾ നോർമലി നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് മെയിൻ ത്രെഡിലായിരിക്കും. അപ്പം ഞാൻ അതിന് പുറമെ ഞാൻ എന്ത് ചെയ്യും, ഒരു ത്രെഡും കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് സബ്സ്ട്രാക്ഷൻ ചെയ്യും. അപ്പോൾ രണ്ടും സൈമിൾട്ടേനിയസ്ലി പാരലലി നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് മൾട്ടി ത്രെഡഡ് എന്ന് പറയുന്നത്. അതൊരു ഫീച്ചറാണ്. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിനും എഴുതാം. ഓക്കെ. പിന്നെ ആർക്കിടെക്ചറൽ ന്യൂട്രൽ, JVM ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് JVM-ലാണ്. JVM കാരണമാണ് നമുക്ക് ബൈറ്റ് കോഡ് എവിടെ വേണമെങ്കിൽ റൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ റൈറ്റ് കോഡ് വൺസ് റൺ എവരിവെയർ എനി ടൈം ഫോർ എവർ, അതാണ് ഇതിൻ്റെ മെയിനായിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു ആർക്കിടെക്ചർ, അപ്പോൾ ലിനക്സ് ആയ അതിനൊരു ആർക്കിടെക്ചർ ഉണ്ടാവും, വിൻഡോസിനൊരു ആർക്കിടെക്ചർ ഉണ്ടാവും, അതൊന്നും ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് തന്നെ എല്ലാത്തിലും കമ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇൻറ്റർപ്രറ്റഡ് ആൻഡ് ഹൈ പെർഫോമൻസ് ആണ്. പിന്നെ ക്രോസ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതായത് ഈ പറഞ്ഞ സംഭവം തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുക, അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ് എന്ന് പറയുന്നത്. JVM ഇപ്പോൾ ഒന്ന് ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ JVM ഉണ്ട്. JVM ഉണ്ടായതുകൊണ്ട് തന്നെ ഹൈ പെർഫോമൻസ് ആണ്, ക്ലോസ് പ്ലാറ്റ്ഫോം ആണ്, പോർട്ടബിൾ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ. The Java bytecode was carefully designed so that it would be easy to translate directly into native code for very high performance by using just-in-time compiler. അതായത് just-in-time compiler നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ JVM-ൻ്റെ അകത്തുള്ള സാധനമാണ്. അപ്പോൾ ഞാനപ്പോൾ ആണോ ഇത് കമ്പൈൽ ചെയ്യുന്നത്, ആ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഈ just-in-time compiler എനിക്ക് കമ്പൈൽ ചെയ്തിട്ട് റിസൾട്ട് തരും. അപ്പോൾ അതാണ് ഇൻ്റർപ്രറ്റഡ്. ഓക്കെ. അടുത്ത ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ പ്രോട്ടോക്കോൾസ് നമ്മൾ TCP IP പോലത്തെ പ്രോട്ടോക്കോൾസ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ റിസോഴ്സ് ഷെയറിങ്, URL മാച്ചിങ്. ഇൻഫാക്ട് ആക്സസിങ് എ റിസോഴ്സ് യൂസിങ് URL ഈസ് നോട്ട് എ മാച്ച് ഡിഫറെൻറ്റ് ഫ്രം ആക്സസിങ് എ ഫയൽ. അതായത് മെയിനായിട്ട് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ്, അതായത് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനിൽ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതായത് വൈഡ് വെറൈറ്റീസ് ഓഫ് കമ്പ്യൂട്ടേഴ്സിലും നോട്ട്സിലായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇത് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിലും അവിടെ ഇവിടെയും കുറേ റിസോഴ്സസ് ഉണ്ടാവും. അതായത് സെർവർ ഒരു റിസോഴ്സാണ്, ഡാറ്റാബേസ് ഒരു റിസോഴ്സാണ്. അപ്പോൾ ഓരോരോ കമ്പ്യൂട്ടറിലോ വേറൊരു കമ്പ്യൂട്ടറിലോ എനിക്ക് കുറച്ച് ഡാറ്റാസ് ഉണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് ഇൻവോക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇൻവോക്ക് ചെയ്യുന്ന കുറേ ഫെസിലിറ്റീസ് നമുക്ക് എന്ത് ചെയ്യും, ജാവയിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ എന്ന് പറയാം. അതായത് ഒരു കമ്പ്യൂട്ടറിലുള്ള ഒരു കുറച്ച് ഡാറ്റാസ് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ RMI വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സെയിം പോയിന്റ്സ് തന്നെ പഠിക്കണം എന്നില്ല, കൺസെപ്റ്റ് മനസ്സിലാക്കുക, എഴുതുക.
അടുത്ത ഡൈനാമിക്. Java program carry with them substantial amount of runtime type information that is used to verify and resolve access to object at runtime. അതായത് റൺ ചെയ്യുന്ന സമയത്ത്, അതായത് ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി അത് റൺ ചെയ്യുന്ന സമയത്ത് കുറേ റൺ ടൈം എക്സെപ്ഷൻസും മറ്റേതെല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതെല്ലാം വെരിഫൈ ചെയ്യുന്നത് റൺ ടൈമിലായിരിക്കും. കമ്പയർ ചെയ്യുന്ന സമയത്തല്ല, റൺ ടൈമിലായിരിക്കും ഈ സംഭവങ്ങൾ ചെക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് മേക്ക് പോസിബിൾ ടു ഡൈനാമിക്കലി ലിങ്ക് കോഡ് ഇൻ എ സേഫ് ആൻഡ് എക്സ്പീഡിയൻറ്റ് മാനർ. അതായത് ഈ റൺ ചെയ്യുന്ന സമയത്ത് കോഡിനെ കുറച്ചും കൂടി സേഫും കുറച്ചും കൂടി ഡൈനാമിക് ആയിട്ടുള്ള ഒരു വേയിൽ നമുക്കിതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് മെയിനായിട്ട് ഡൈനാമിക്കായിട്ട് പറയാനില്ല. അതായത് റൺ ടൈം സമയത്ത് നമുക്ക് കമ്പൈലേഷനും സാധനങ്ങളെല്ലാം ആക്സസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എറർ ഹാൻഡ്ലിങ് ചെയ്യുന്ന സംഭവം റൺ ടൈമിലാണുള്ളത്. കമ്പൈൽ ടൈമിനേക്കാളും റൺ ടൈമിലാണുള്ളത്. ഇനി അടുത്ത് നമുക്ക് കമൻസിലേക്ക് വരാം. 3 ടൈപ്പ് ഓഫ് കമൻസാണ് നമുക്ക് ഇടയില്ലത്. സിംഗിൾ ലൈൻ കമൻസ്, മൾട്ടി ലൈൻ കമൻസ്, പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ ടൈപ്പ് സാധനങ്ങൾ. ഓക്കെ, സിംഗിൾ ലൈനും മൾട്ടി ലൈനും ഇതെല്ലാം സെയിം ആണ്. നമ്മൾ സിയിൽ പഠിച്ച അതേ സംഭവം തന്നെയാണ് ഇവിടെയുള്ളത്. സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാഷ് വെച്ചിട്ട് തുടങ്ങുക, പിന്നെ റൈറ്റ് സൈഡിലേക്ക് എഴുതുന്ന എല്ലാ സാധനവും കമൻ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യൽ. പിന്നെ അടുത്ത മൾട്ടി ലൈൻ, സ്ലാഷ് സ്റ്റാർ എന്നിട്ടിട്ട് ഇടയിലിടുന്ന മൾട്ടിപ്പിൾ ലൈൻസിലുള്ള എല്ലാ കമൻസും എന്തായിരിക്കും, അത് കമ്പൈലർ ഇഗ്നോർ ചെയ്യും. ഓക്കെ, അടുത്ത ഡോക്യുമെൻറ്റേഷൻ. അതായത് ഒരു മൊഡ്യൂളോ പാക്കേജോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു 10 ലൈൻ നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ച് കഥകൾ ഇങ്ങനെ എഴുതും. അതായത് ഇന്ന സംഭവം ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ എന്നല്ല. അതിന് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയും. അത് സ്ലാഷ് ഡബിൾ സ്റ്റാർ പിന്നെ അത് എഴുതി കഴിഞ്ഞിട്ട് സ്ലാഷ് ഇങ്ങനെ എഴുതുക. അപ്പോൾ ഈ കമൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻസ് എഴുതി കഴിഞ്ഞാൽ അത് കമൻസ് എന്തിനാണ് എഴുതുന്നത്, അതായത് പ്രോഗ്രാമേഴ്സിന് മെയിനായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അതായത് ഇന്ന ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതായത് ഞാനിപ്പോൾ ഒരു കമ്പനിയിലൊരു ഡെവലപ്പറാണ്, ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഒരു കോഡ് എഴുതി. അപ്പം ഞാൻ എൻ്റെ രീതിയിലൊരു കോഡ് എഴുതി, ഞാൻ നാളെ എന്നെ പുറത്താക്കിയിട്ടാകുമ്പോൾ പുതിയൊരു ഡെവലപ്പർ വരുന്ന. അപ്പം ഞാൻ എഴുതിയ കോഡ് അയാൾക്ക് മനസ്സിലാവണം. അപ്പം അവർ ചിലപ്പോൾ നോക്കിയിട്ട് പെട്ടെന്ന് മനസ്സിലാവില്ല എന്താ സംഭവം എന്ന്. അപ്പം ഞാൻ അതിനെ കുറിച്ചിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഞാൻ എഴുതി വെക്കും. അതാണ് ഈ സിംഗിൾ ലൈനും മൾട്ടി ലൈനും ഡോക്യുമെൻറ്റേഷനിലും ചെയ്യുന്നത്. അപ്പോൾ ഇത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് അത് കോഡായിട്ട് അല്ല ട്രീറ്റ് ചെയ്യൽ, അത് ജസ്റ്റ് ഒരു റൈറ്റിംഗ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അത് ഇഗ്നോർ ചെയ്യും. ഓക്കെ, ഇനി ജാവേൻ്റെ പ്രോഗ്രാം സ്ട്രക്ചറാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ആദ്യം ഡോക്യുമെൻറ്റേഷൻ, കമൻസ് അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. കമൻസ് എല്ലാം ഇൻ ബിറ്റ്വീൻ പ്രോഗ്രാംസ് എഴുതാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ പാക്കേജിൻ്റെ ഇമ്പോർട്ട്സ്, അതായത് പാക്കേജ് ഒരു ജാവേനെ നമ്മൾ പാക്കേജായിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ആ പാക്കേജിൻ്റെ പേര് അവിടെ കൊടുക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാം. പിന്നെ ഇമ്പോർട്ട്സ് ഉണ്ടെങ്കിൽ ഇമ്പോർട്ട്സ് എഴുതാം. പിന്നെ ഇൻ്റർഫേസ് ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ്റർഫേസ് ഡിഫൈൻ ചെയ്യാം. പിന്നെ ക്ലാസ്സസ് എല്ലാം ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതും ഡിഫൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളെ മെയിൻ മെത്തേഡ് ഉണ്ടാവും. ഓക്കെ, മെയിൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ്സിൻ്റെ ഉള്ളിലായിരിക്കും നമ്മളെ മെയിൻ മെത്തേഡ് ഉണ്ടാവില്ല. മെയിൻ മെത്തേഡ് ഇല്ലാണ്ട് നമുക്കൊരു പ്രോഗ്രാമും റൺ ചെയ്യാൻ പറ്റില്ല. അടുത്ത ഡോക്യുമെൻറ്റേഷൻ. അതായത് ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നൊരു പ്രൊസീജിയർ എന്ന് പറയുന്നത് എല്ലാവരും സ്റ്റാൻഡേർഡായി ഫോളോ ചെയ്യുന്ന ഒരു സംഭവം. ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു സ്പെസിഫിക് സ്ട്രക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പാക്കേജ് സ്റ്റേറ്റ്മെൻറ്റ്, പാക്കേജ് നെയിം, നേരത്തെ ഞാൻ പറഞ്ഞ അതേ സംഭവം. പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു ക്ലാസ് എഴുതി, ആ ക്ലാസ്സിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട് ആഡ് ചെയ്യാൻ. ഒരു ലിസ്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലാസ്, ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കുറേ ഫങ്ഷൻ, അതായത് ഒരു ഫംഗ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഒരു ഫംഗ്ഷൻ ഒരു ലിസ്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യും. അടുത്ത ഫംഗ്ഷൻ ഒരു ലിസ്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ള് സബ്സ്ട്രാക്ട് ചെയ്യും. അപ്പം ഞാനിതൊന്ന് ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചു. ആ ക്ലാസ് ഞാൻ എന്ത് ചെയ്തു, ഒരു പാക്കേജ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇനി ഈ പാക്കേജ് ഞാൻ എന്ത് ചെയ്യും, ഞാൻ വേറൊരു പ്രോഗ്രാം എഴുതുമ്പോൾ ആ പ്രോഗ്രാമിൽ ഇമ്പോർട്ട് ചെയ്യും. എന്നിട്ട് ആ ഇമ്പോർട്ട് ചെയ്തിട്ട് ആ ക്ലാസ്സിൻ്റെ പാക്കേജിൻ്റെ ഉള്ളിൽ ഒരു ക്ലാസ് ഉണ്ടല്ലോ, ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ ഫംഗ്ഷൻ ഞാൻ ആക്സസ് ചെയ്യും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇതാണ് മെയിൻ കൺസെപ്റ്റ്. ഇത് തന്നെയാണ് ഈ റൈറ്റിങ്സിലും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. സെയിം സംഭവം തന്നെയാണ് പറയുന്നത്. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കുറേ ക്ലാസ്സസ് ഉണ്ടാവും. ആ ക്ലാസ്സസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട്, പിന്നെ ഏത് സംഭവമാണോ വേണ്ടത് അത്.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജാവ ഇമ്പോർട്ട് java.io.star എന്ന് പറഞ്ഞാൽ ജാവേൻ്റെ IO എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഉള്ളിലെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. സ്റ്റാർ, അതാണ് ആ സ്റ്റാർ എന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ഇൻ്റർഫേസ് ഡിഫൈൻ ചെയ്യുന്നത്. ഇൻ്റർഫേസ് എന്ന് പറയുന്നത് അതിൽ ഡെഫിനിഷൻസ് ഉണ്ടാവില്ല, അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട്, അതായത് ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു ഇൻ്റർഫേസ് ഡിഫൈൻ ചെയ്തു, ആ ഇൻ്റർഫേസിൽ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ടാവും. ഫങ്ഷൻ ഹെഡേഴ്സാണ് ഉണ്ടാവില്ല. അതിന് ആ ഹെഡേഴ്സിന് ഒരു ഡെഫിനിഷൻ കൊടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ആ ഫംഗ്ഷൻ ഓവർ റൈഡ് ചെയ്യും. ഇതെല്ലാം നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് പഠിക്കും. മൊഡ്യൂൾ 2-ലോ 3-ലോ നമുക്കിത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമുക്ക് ടോപ്പിൽ തന്നെ എഴുതാൻ പറ്റും. പിന്നെ ക്ലാസ് ഡെഫിനിഷൻ ഒബ്വിയസ്ലി നമ്മൾ മെയിൻ മെത്തേഡ് എല്ലാം വരുന്നത് ക്ലാസ്സിൻ്റെ ഉള്ളിലാണ്. പിന്നെ മെയിൻ മെത്തേഡ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മളെ മെയിൻ, അതായത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന് പറയുന്ന ആ സംഭവത്തിൻ്റെ ഉള്ളിലായിരിക്കും നമ്മളെ മെയിൻ ആദ്യം പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഓക്കെ, അതായത് ജസ്റ്റ് ഒരു ഹലോ വേൾഡ് പ്രോഗ്രാമാണ്. ആദ്യം ഒരു പാക്കേജായിട്ട് ഇത് ഡിഫൈൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇത് പാക്കേജായി ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെന്ന് വെച്ചാൽ ഇതിൽ മെയിൻ മെത്തേഡ് ഓൾറെഡി ഉണ്ട്. ഇമ്പോർട്ട് ചെയ്തു, അതായത് IO ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് എല്ലാ സംഭവങ്ങളും ഞാൻ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ ഒരു പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഇട്ടു. എന്നിട്ടൊരു എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു സേസ് ഔട്ട് കൊടുത്തു, അതായത് system.out.println ഹലോ വേൾഡ് എന്ന് കൊടുത്തു. അപ്പോൾ ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ആവും. ഓക്കെ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, ഇത് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. എന്താണ് ഈ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, അതായത് എന്തുകൊണ്ടാണ് ഇത് സ്റ്റാറ്റിക് എന്ന്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനിൽ എന്തുകൊണ്ടാണ് ഈ മെയിൻ മെത്തേഡ് സ്റ്റാറ്റിക്കായി കൊടുത്തിട്ടുള്ളതെന്ന് ക്വസ്റ്റ്യൻ വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ മെയിൻ മെത്തേഡ്, അതായത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിൽ എപ്പോഴും നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്താൽ ആ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ക്ലാസ്സിൻ്റെ ഉള്ളിലത്തെ ഫങ്ഷൻസ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ മെത്തേഡ്സ് എല്ലാം എന്ത് ചെയ്യും, സ്റ്റാറ്റിക് ആയിട്ട് ഡിഫൈൻ ചെയ്യും. ആ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള മെത്തേഡ്സ് എല്ലാം സ്റ്റാറ്റിക്കായി ഡിഫൈൻ ചെയ്യും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും, അപ്പോൾ ക്ലാസ് ഡോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ് നെയിം നമുക്ക് യൂസ് ചെയ്യാം ഒബ്ജക്റ്റ് ആയിട്ട്. അതായത് ഡോഗ് ഡോട്ട് ബാർക്ക്, ഈ ബാർക്ക് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഡോഗ് ഡോട്ട് ബാർക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാർക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്റ്റാറ്റിക് ആണല്ലോ. അപ്പോൾ നമുക്ക് ക്ലാസ് നെയിം ഡോട്ട് ഫംഗ്ഷൻ എന്ന് വെച്ചിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ മെത്തേഡ്സ് എല്ലാം സ്റ്റാറ്റിക്കായി ഡിഫൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനിലെ ഗുണം എന്ന് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്റ്റാറ്റിക്കായിട്ട് ഡിഫൈൻ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് പറഞ്ഞു, ഒരു ക്ലാസ്സിൻ്റെ ഫങ്ഷൻസ് ഉപയോഗിക്കണമെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഇതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ആദ്യം നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന മെത്തേഡാണ്. ഈ മെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു മെത്തേഡാണ്. അപ്പോൾ അതായത് ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് ആദ്യം തന്നെ ഈ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ മെയിൻ ഫംഗ്ഷൻ ശരിക്കും യൂസ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റാറ്റിക് ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ എവിടെ ക്രിയേറ്റ് ചെയ്യും, അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെനിക്ക് ഗ്ലോബലായിട്ട് ആദ്യം റൺ ചെയ്യണം. അപ്പോൾ ആദ്യം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, അത് സ്റ്റാറ്റിക്കായി ഡിഫൈൻ ചെയ്യും. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ എനിക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് തന്നെ മെയിൻ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലായി റൺ ചെയ്യും. ഓക്കെ, ഇനി സ്ട്രിങ് ആർഗസ് എന്ന് പറഞ്ഞാൽ, അതായത് ഞാനിപ്പോൾ എനിക്ക് കമാൻഡ് ലൈനിൽ നിന്ന് എന്തെങ്കിലും പാസ് ചെയ്യണമെന്ന് വിചാരിച്ചോ മെയിൻ ഫംഗ്ഷനിലേക്ക്. അത് ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഇൻപുട്ട് ആവാം, ഫയലിൻ്റെ പേരാകാം, എന്ത് വേണമെങ്കിലും ആവാം. എനിക്ക് കമാൻഡ് ലൈനിൽ നിന്ന് പാസ് ചെയ്യണമെങ്കിൽ അത് ഞാൻ ഈ സ്ട്രിങ് ആർഗസ് എന്ന് പറഞ്ഞാൽ, ആർഗസ് എന്ന് തന്നെ കൊടുക്കണമെന്നില്ല, എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ആർഗസ് എന്ന് നോർമലി എല്ലാവരും യൂസ് ചെയ്യൽ, അത് അതിൻ്റെ ഉള്ളിലായിരിക്കും സ്റ്റോർ ചെയ്യൽ. ഓക്കെ, ഇനി system.out.println എന്ന് പറഞ്ഞാൽ system.output എന്നാണ് ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ മോണിറ്ററാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണോ അതാണ്. .println എന്നുണ്ട്, പ്രിൻ്റ് എന്നുണ്ട്. println എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ, അതായത് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ് എന്നുണ്ടാവും. അതായത് അതിന് അടുത്ത പ്രിന്റ് വരുന്നത് അടുത്ത ലൈനിലായിരിക്കും. ഓക്കെ, അതായത് ഒരു ലൈൻ ബൈ ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് println യൂസ് ചെയ്യുന്നത്. പ്രിന്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്രിന്റ് ചെയ്തുകൊണ്ട്, അതായത് സീക്വൻസ് ആയിട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ട് പോകും. ഓക്കെ, ഇത് കുറച്ചും കൂടി
കുറച്ച് ഫയലിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, ചിലപ്പോൾ മൊഡ്യൂൾ 2 ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്, ആ ടൈമിൽ പറയാം. ഇപ്പോൾ നിങ്ങളൊരു ഇതിൻ്റെ ഓവറോൾ സ്ട്രക്ചർ മനസ്സിലാക്കുക എന്താണ്. അതായത് ആ സ്കാനർ = ന്യൂ സ്കാനർ എന്ന് ക്രിയേറ്റ് ചെയ്തില്ല. അത് സ്കാനർ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്തു, അത് യൂസ് ചെയ്തു. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അതായത് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നെക്സ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതെല്ലാം നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ ആഡിങ് 2 നമ്പേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മെയിനായിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ടില്ല. ഓക്കെ, നമുക്ക് മെയിനായിട്ട് പ്രോഗ്രാംസും മറ്റതെല്ലാം ഏതിൽ നോക്കാം, മൊഡ്യൂൾ 2 നോക്കാം. ഈ നെക്സ്റ്റിൻ്റും സ്കാനർ ക്ലാസ് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ സ്കാനർ = ന്യൂ സ്കാനർ system.in എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കാനറിൽ, അതായത് എനിക്ക് റീഡ് ചെയ്യേണ്ട സ്കാനർ എന്ന് പറഞ്ഞൊരു ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ നമുക്ക് റീഡ് ചെയ്യേണ്ട ഒരു സംഭവം നമ്മൾ പാസ് ചെയ്യണം. അപ്പോൾ system.in എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇൻപുട്ട് ഡിവൈസായ എന്ത് വേണമെങ്കിലും ആവാം. അതായത് മൗസ് ആവാം, കീബോർഡ് ആവാം. ഓക്കെ, അത് ഞാൻ പാസ് ചെയ്തു ഇവിടെ. അത് നമ്മളെ സ്കാനറിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ പാസ് ചെയ്യും. അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ s.next എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് നമ്മളെ ഇതിൽ ടെർമിനലിൽ കാണിക്കും. അപ്പോൾ നമുക്ക് കീബോർഡ് വഴി ഇൻപുട്ട് കൊടുക്കാം. അപ്പോൾ അത് എയിൽ സ്റ്റോർ ചെയ്തു, ബിയിൽ ഒരു ഇൻപുട്ട് സ്റ്റോർ ചെയ്തു, സിയിൽ ഞാൻ അത് 2 ആഡ് ചെയ്തു, അത് ഞാൻ C പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.